അമ്മ ആദ്യം നല്ല രീതിയിലൊക്കെ മറുപടി പറഞ്ഞു തുടങ്ങിയത്. പിന്നെയായിരുന്നു അവരുടെ വൃത്തികെട്ട ഓരോ ചോദ്യങ്ങള്. കോടതി മുറിയിൽ അവര് ശ്രമിച്ചത് അമ്മ മക്കളെ നോക്കിയതും കുടുംബം നോക്കിയതൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കാനാ. അത് ഒരർത്ഥത്തിൽ ശരിയല്ലേ മോളെ? ഞാൻ തോറ്റുപോയൊരമ്മയല്ലേ. മോനെ വളർത്തി, മോളെ വളർത്തി. മറ്റുള്ളവര് ഈ അമ്മ ഒരു മാതൃകയാണെന്ന് വരെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? തോൽവിയല്ലാതെ. അല്ല സുജാതെ, അവര് കോടതി കിടന്ന് എന്തെങ്കിലും അഭ്യാസം കാണിക്കുന്നുണ്ടെങ്കിലേ അത് അവിടെ വിട്ടിട്ട് വേണ്ടേ പോരെ. അല്ലാതെ നമ്മൾ എന്തിനാ വെറുതെ മനസമാധാനം കളയുന്നേ? അവൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞതൊന്നും അല്ലല്ലോ രാമകൃഷ്ണേട്ട. കോടതി മുറിയിൽ വെച്ച് അത്രയും ആളുകൾ കേൾക്കുകയല്ലേ. അവള് പറയുന്നതനുസരിച്ച് നോക്കിയാൽ പ്രതികൂട്ടിൽ നിൽക്കുന്ന ജീവൻ ഈ ലോകത്തിൽ ഏറ്റവും നല്ലവനും ഞാൻ ഏറ്റവും ചീത്തയുമല്ലേ. വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോ അങ്ങനെയല്ലേ ആന്റി? പിന്നെ അവർക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയായിരുന്നു. കോടതി വിലവയ്ക്കുന്ന 2 സാക്ഷികളാണ് ആന്റി നിത്യയൊന്ന്. നിങ്ങളൊരു ഉറച്ച നിലപാടെടുത്ത അത് അവരുടെ കക്ഷിക്ക് ദോഷമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ മാനസികമായിട്ട് ആക്രമിച്ചു. അതിനെ അങ്ങനെ കരുതിയാൽ മതി. സർ, കടസി എന്നാച്ച്? കോടതി അന്ന് കൊലകാരനെ വെറുതെ വിടുമാ? കേസ് ഇനി ഒരുപാട് നീണ്ടുപോകും ശരവണ. മാത്രമല്ല ഇനിയും നിത്യയെ വിസ്തരിച്ചിട്ടില്ലല്ലോ. നിത്യയുടെ മൊഴിയും ഈ കേസ് സംബന്ധിച്ച് നിർണായകമായ തെളിവുകളാണല്ലോ. നിത്യമ്മ, നീങ്ക ഇപ്പൊ തന്നെ മനസ്സ് പാകപ്പെടുത്തി വെച്ചിരുങ്ക. അമ്മാവുക്ക് പറ്റിയതുപോലെ ഉങ്ങൾക്ക് പറ്റരുത്. അവരുടെ മുഖം പാത്ത് ചൊല്ലണം അവർ കൊലകാരനെന്ന്. സുജാതെ, കുറച്ചു നേരം തനിച്ചിരിക്ക. അപ്പൊ ഇതൊക്കെ മാറിക്കോളും കേട്ടോ. വാ. ആമയ. എടോ, എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നെ വിളിക്ക. അമ്മ തോറ്റുപോയല്ലേ മോളെ. എനിക്ക് ഒരുപാട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളെയല്ലേ അവൻ ഞെരിച്ചില്ലാതാക്കിയത്. ജീവിക്കാനുള്ള ആഗ്രഹം പോലും നമ്മളിൽ നിന്നും തട്ടിപ്പറിച്ചില്ലേ. പക്ഷെ കുറ്റങ്ങൾ മാത്രം തലയിൽ ഇങ്ങനെ തീ പോലെ വീഴുന്നത് കേട്ടപ്പോ ഞാനൊന്ന് പകച്ചു. അമ്മ അതൊന്നും കാര്യാക്കണ്ട. നമ്മളെ തോൽപ്പിക്കാനുള്ളവരൊക്കെ തോൽപ്പിച്ചോട്ടെ. പക്ഷേ കോടതിയില് സത്യം വിജയിക്കും.